ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ ഒരു മേക്കിംഗ് വീഡിയോ ആണ്. തുടർന്ന് തന്നെ നമ്മളൊരു കിറ്റിൻ്റെ വീഡിയോയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ 2-3 കിറ്റുകളും കൂടെ ഇടുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഹെൽപ്ഫുള്ളാവുന്ന കുറച്ച് ആക്സസറീസൊക്കെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ അഫോർഡബിളായിട്ടാണ് നമ്മൾ കിറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ 1K ഫാമിലി ആവാറായിട്ടുണ്ട്. അപ്പോൾ 1K ആയി കഴിയുമ്പോൾ നമ്മളൊരു സർപ്രൈസ് ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ടാവും. അത് നമ്മളിപ്പോൾ പറയുന്നില്ല. 1K ആവാൻ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോപ്പർ വയറാണ്. കോപ്പർ വയർ ഞാനിവിടെ 0.4 mm ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 mm സൈസ് വരുന്ന പീച്ച് കളറാണ് കേട്ടോ ബീഡ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ 7000 ഗ്ലൂ തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. മെറ്റൽ ഹെയർ ബാൻഡിൽ നമുക്ക് എവിടെ മുതൽ എവിടെ വരെയാണ് ഈ ഒരു ഡിസൈൻ വേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടികളുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തിന് മേളിലേക്ക് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ഒരു അടയാളം വെക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവുമല്ലോ. അപ്പോൾ 2 സൈഡും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ 4 mm ബീഡ്സ് നമ്മൾ ഈ കോപ്പർ വയറിലേക്ക് കോർത്തെടുക്കുകയാണ്. ഒരു സ്ട്രിങ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മെറ്റൽ ഹെയർ ബാൻഡിൽ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കോപ്പർ വയറിൻ്റെ അറ്റം കുറച്ചിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിയെടുത്തിട്ട് ആദ്യം തന്നെ നമ്മളൊരു 5 ബീഡ്സ് എടുക്കുക. 5 ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് നമ്മൾ വളച്ച് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ എടുത്തിട്ട് എടുത്ത് നമുക്കിനി ബാക്കിയുള്ള കോപ്പർ വയർ വെച്ച് നമുക്കവിടെ ചുറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു കർവ് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അങ്ങനെയാണ് ആ ഒരു ഷേപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിടിച്ച് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ മേളിലേക്ക് ബീഡ്സ് വരാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ ആ എടുക്കുന്ന ആ ഒരു കർവ് ഉണ്ടല്ലോ, ഇങ്ങനെ വളച്ചെടുക്കുന്ന ആ ഒരു യു പോലെ എടുക്കുന്ന ആ ഒരു പോർഷൻ ഈ ഹെയർ ബാൻഡിൻ്റെ മുകളിലേക്ക് ബീഡ്സ് വരരുത്, അതിനെ പുറത്തേക്ക് നിൽക്കണം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു 2-3 ചുറ്റ് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും നമ്മളിതുപോലെ തന്നെ 5 ബീഡ് എടുക്കുക, ഒരു കർവ് ഷേപ്പ് ആക്കുക, വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും യു ആക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ സൈഡിലേക്കും ഓരോരോ കർവ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു അൺഫിനിഷ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോൺ ഷീറ്റ് നമ്മളെടുത്തില്ലേ, അപ്പോൾ സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ട് സ്റ്റോൺ ഷീറ്റിന് ഒന്നിലെങ്കിലും നമുക്കിങ്ങനെ ഒരു 2 ലെയറാണല്ലോ, ഒരു ലെയറായിട്ട് കട്ട് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അതിൻ്റെ ബീഡ്സിൻ്റെ നടുക്ക് കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനിതിൽ ഒട്ടിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാം, പക്ഷേ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ സിംഗിൾ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ താഴേന്ന് ഒട്ടിച്ച് തുടങ്ങുക. മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ താഴേന്ന് ഒട്ടിച്ച് തുടങ്ങുക. ഈ ബെൻഡ് ചെയ്ത് നമ്മൾ ഈ കർവ് ചെയ്യുന്നത് ചെവിയുടെ മുകളിലേക്കുള്ള പോർഷനിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കതൊരു ഡിസ്കംഫർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ താഴേന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ എടുത്ത ആ ഒരു കർവുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഹെയർ ബാൻഡിൻ്റെ പോർഷൻ നമ്മൾ ബീഡ്സ് എത്തിച്ചിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ അവിടെ കൂടി ഇതുപോലെ കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക അറ്റം വരെ കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. വളരെ ഈസിയാണ്. ഒരുപാടധികം സാധനങ്ങൾ വേണ്ട. വളരെ കോസ്റ്റ് കുറവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ അത്യാവശ്യം കോസ്റ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.